വൈറലാവാനുള്ള കാരണമായിട്ടുള്ളത് തന്റെ അനിയത്തിയായിട്ടുള്ള മറിയ ആ കുട്ടിയിട്ടേക്കുന്ന ഒറ്റ വീടിലാണ്. അത് പുള്ളിയുടെ ഗെയിമാണ്, അത് അംഗീകരിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. വ്യക്തമായില്ലേ? ശരി. തൊട്ടതിനും പിടിച്ചതിനും വഴക്കുണ്ടാക്കി കഴിയുമ്പോൾ ഇവിടെ ഏത് രീതിയിലാണ് വരുന്നതെന്നും നമുക്ക് അറിയത്തില്ല. അവിടെ ചെയ്യേണ്ട ഭയങ്കര നിഷ്കളങ്കത എനിക്ക് പുള്ളിക്കാരിനെ കാണുമ്പോൾ തോന്നുന്നു. ഹലോ, ടെസ്റ്റിംഗ്. ഇതൊക്കെയാണല്ലോ മറിയ ഈ കുട്ടി പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ പലർക്കൊന്നും വ്യക്തമാവണമെന്നില്ല. വ്യക്തമാത്തവർക്ക് ഞാൻ എന്തൊക്കെയാ പറഞ്ഞതെന്ന് പറയാം. ഹലോ, ഇവിടെ പറയുന്ന കാര്യങ്ങൾ അവിടെ പോയി പറയുന്നത് അത്രക്ക് നല്ല സ്വഭാവമല്ല. ബിൻസി വീഡിയോക്കകത്ത് കാണിക്കുന്ന സ്നേഹം മാത്രമേ ഉള്ളൂ, റിയലി അങ്ങനെയല്ല. ഈ റിയാലിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അപ്പൊ ആ കുട്ടിയുടെ കയ്യിലൊക്കെ കടിച്ച് മുറിച്ചേക്കാണ്, മുടിയൊക്കെ പിടിച്ച് വലിച്ച്, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിമഴക്കൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു സീനൊക്കെയാണ്. കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? മനുഷ്യനായ അല്പമെങ്കിലും നന്ദി വേണോടാ മൃഗമേ. ഈ കുട്ടി തന്നെ പിന്നീട് അൻസിഫിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇത് തമാശക്ക് ചെയ്തേക്കുന്ന ഒരു സംഭവമാണ്, കയ്യിൽ നിന്ന് പാളിപ്പോയേക്കുന്ന ഒരു സംഭവമാണ്. അത് നല്ല വിചാരമായി പോയി. ഇവൻ ശരിയല്ല, വിടരുതരവനെ പിടിച്ചു പോലീസിലേൽപ്പിക്കും. ബിൻസി എന്നോട് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അവള് പറഞ്ഞത്, ഞാൻ ചോദിച്ചു എന്താണ് വിഷയം നടന്നതെന്ന് ചോദിച്ചു, പറഞ്ഞ അടാ എനിക്കറിയത്തില്ല, അത് അവളുടെ അടുത്ത് തന്നെ പോയി ചോദിക്കണം. അങ്ങനത്തെ ഒരു പറഞ്ഞ് ആരുടെയും സിമ്പതി പിടിച്ചു പറ്റിയിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു സിമ്പതിയുടെ ആവശ്യവും ഇല്ല. സീരിയസ്ലി എത്ര ബോൾഡ് ആണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളില് ഭയങ്കര ഒരു മാനസികാവസ്ഥയാണ് നമുക്ക്. ശരി, അതിനകത്ത് അവള് കൈ ഇങ്ങനെ കടിച്ച് മുറിക്കുന്ന അങ്ങനത്തെ ഒരു സീന് കാര്യങ്ങൾ, പിന്നെ മുടിയൊക്കെ വലിച്ച് ഈ സീന് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതെന്താണ് കൈ, അപ്പൊ അവള് തന്നെ കടിച്ച് പാടാന്ന് ചോദിച്ചപ്പോ ബിൻസി എന്റെ അടുത്ത് പറഞ്ഞത് വീട്ടിലെ പട്ടി ഉണ്ട്, ഇനി പട്ടി വല്ല കടിച്ചായിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ.